റിപ്പബ്ലിക് ഓഫ് കൊറിയ അമേരിക്കയുടെ സഖ്യരാജ്യം. ലോകത്തിലെ സൈനിക സാങ്കേതിക ശക്തിയിൽ മുൻപർ. ഏഷ്യയിലെ കരുത്തർ. വ്യാവസായിക രാജ്യം. ഇരു കൊറിയകളും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ദക്ഷിണ കൊറിയ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് സാമ്പത്തിക സാങ്കേതിക സൈനിക ശക്തിയെല്ലാമായത്. അയൽ രാജ്യമായ ഉത്തര കൊറിയയുമായുള്ള അസ്വസ്ഥതകൾ തുടരുന്നതിനിടെയാണ് ദക്ഷിണ കൊറിയ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ 50 വർഷത്തെ ചരിത്രത്തിലാദ്യമായി സൈനിക അട്ടിമറിയിലൂടെ പട്ടാള ഭരണം ഏർപ്പെടുത്തുകയാണെന്ന് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചത്. ഉത്തര കൊറിയയുടെ ഭീഷണി മറികടക്കാൻ താൻ സൈനിക ഭരണം പ്രഖ്യാപിക്കുന്നു എന്നും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണെന്നും ആരോപിച്ചായിരുന്നു പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് ദക്ഷിണ കൊറിയയിലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഷെഡ്യൂൾ ചെയ്യാത്ത ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു പ്രസിഡന്റ് യൂൺ സൈനിക നിയമം പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ ഉത്തരവ് സൈന്യത്തിന് കൈമാറി. ദേശീയ അസംബ്ലി കെട്ടിടത്തിലേക്ക് സൈന്യത്തെയും പോലീസിനെയും വിന്യസിച്ചു. ഹെലികോപ്റ്ററുകളിൽ അസംബ്ലി കെട്ടിടത്തിന് മുകളിൽ പട്ടാളമിറങ്ങി. എന്നാൽ ഈ നിയമത്തിന് മുൻപിലും സാഹചര്യത്തിന് മുൻപിലും പകച്ചു നിൽക്കാൻ രാജ്യത്തെ പ്രതിപക്ഷമോ ജനങ്ങളോ തയ്യാറായില്ല. അവർ സംഘടിച്ചു. പ്രസിഡന്റിന്റെ പ്രഖ്യാപനം തള്ളിക്കളയാൻ ഡെമോക്രാറ്റിക് പാർട്ടി എംപിമാർ ഒത്തുകൂടാനും വോട്ട് ചെയ്യാനും പ്രതിപക്ഷ നേതാവ് ലീ ജെ മ്യോങ് അഭ്യർത്ഥിച്ചു. ജനങ്ങൾ പാർലമെന്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. ഏതൊരു ഏകാധിപതിയും ചെയ്യുന്ന പോലെ പ്രതിഷേധത്തെ പട്ടാളത്തെ മുൻനിർത്തി അടിച്ചൊതുക്കാൻ പ്രസിഡന്റ് ശ്രമിച്ചു. എന്നാൽ അതിനു മുൻപിലും ജനം കീഴടങ്ങിയില്ല. യഥാർത്ഥത്തിൽ അഴിമതിയുടെ കറകൾ പുരണ്ട പ്രസിഡന്റ് തൻ്റെ നേരെ നടന്നേക്കാവുന്ന നിയമ നടപടികൾ ഭയന്നാണ് സ്വയം അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയതെന്ന ആക്ഷേപം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു. മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ വിജയിക്കുകയും ചെയ്തതോടെ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് മണത്തു. പിന്നീട് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം ഏകാധിപതിയാവുക എന്നതാണ്. എന്നാൽ ജനാധിപത്യ രാജ്യമായ ദക്ഷിണ കൊറിയയിലെ പാർലമെന്റ് അംഗങ്ങളും ജനങ്ങളും ഈ നടപടിയെ എതിർത്ത് ശക്തമായി രംഗത്ത് വന്നതോടെ എല്ലാം തകർന്നു. ഇതോടെ പ്രസിഡന്റിന്റെ പൊറോട്ട് നാടകങ്ങൾ ഒറ്റ രാത്രിയിൽ അവസാനിച്ചു. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷം പ്രസിഡന്റിനെതിരെ പ്രമേയം കൊണ്ടുവന്നതോടെ പ്രസിഡന്റിന്റെ അജണ്ടകൾ തകർന്നു. ഇതോടെ പ്രസിഡന്റിന് കൂട്ടുനിന്ന പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ ഈ അട്ടിമറിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിലും പ്രയാസത്തിലും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജി സമർപ്പിച്ചിരുന്നത്. ഏതായിരുന്നാലും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇനി ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടാൻ കാത്തിരിക്കുകയാണ്. ഏത് സമയവും പുറത്തുപോയേക്കും. അങ്ങനെ വന്നാൽ അമേരിക്കക്ക് അവരുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു ശക്തിയുടെ രാജ്യത്ത് അസ്വസ്ഥതകൾ നിറയുന്നതും കാണാൻ സാധിക്കും. ഈ അട്ടിമറിയുടെ പിറകിലും ലോകരാഷ്ട്രീയത്തിൻ്റെ ചില കളികളുണ്ട്.